പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 29-ാം തിരുവചനമാണ്. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോകുകയില്ല. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്താൻ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് കഴിഞ്ഞില്ല. ശിഷ്യന്മാർ യേശുവിനോട് സ്വകാര്യമായി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത്? അതിനുള്ള മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, പ്രാർത്ഥന കൊണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ടും ഈ വർഗം പുറത്ത് പോവുകയില്ല എന്ന്. അപ്പോൾ പ്രാർത്ഥന കൊണ്ടാണ് തിന്മയുടെ ശക്തിയെ നേരിടേണ്ടതെന്ന് യേശു നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പിശാചിനെയും അവൻ്റെ പ്രവർത്തനങ്ങളെയും ഗൗരവത്തിലെടുക്കാത്തവരാണ് നമ്മിൽ പലരും. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളും അഹങ്കാരവുമെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വിതയ്ക്കുന്നത് സാത്താനാണ്. നമ്മുടെ ഹൃദയത്തിൽ അശുദ്ധി നിറച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകറ്റി ആത്മാവിനെ അവൻ്റെ കീഴിലാക്കി എടുക്കുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെടുത്തുന്ന സാത്താൻ്റെ കെണികളാണ് ഈ വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തകളും, അതുപോലെ നെഗറ്റീവായ ചിന്തകളും, കുറ്റം വിധിക്കലും പരദൂഷണവുമെല്ലാം. അത് നാം മനസ്സിലാക്കി ജാഗരൂകരായി ഓരോ ദിവസവും മുന്നോട്ട് പോകണം. എഫേസോസ് 4:27 തിരുവചനം പറയുന്നുണ്ട്, സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത് എന്ന്. 1 പത്രോസ് 5:8 നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് നോക്കി ചുറ്റി നടക്കുന്നു. അപ്പോൾ നാം വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സദാസമയവും ജാഗരൂകരായി നീങ്ങുകയാണ് വേണ്ടത്. ദൈവത്തിൽ നിന്നും നമ്മെ അകറ്റുവാൻ ശ്രമിക്കുന്ന സാത്താൻ ദൈവത്തിൻ്റെ പുത്രനായ യേശുവിനെ പോലും അവൻ്റെ കീഴിലാക്കാനായിട്ട് അവൻ പരിശ്രമിക്കുന്നതായിട്ട് നാം ബൈബിളിൽ കാണുന്നുണ്ട്. കല്ലുകളെ അപ്പമാക്കാൻ പറയുന്നതും ദേവാലയത്തിൻ്റെ മുകളിൽ നിന്ന് ചാടുവാൻ പറയുന്നതും യേശുവിനെ അവൻ്റെ കീഴിലാക്കാൻ വേണ്ടിയുള്ള അവൻ്റെ കെണികളായിരുന്നു. എന്നാൽ യേശുനാഥൻ പറയുന്നത്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ദൈവത്തിൻ്റെ വചനം കൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നത് എന്നാണ്. അപ്പോൾ യേശു പറയുന്നത് ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ സാത്താൻ്റെ കെണിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ദൈവത്തിൻ്റെ വചനമാണ് ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്നത്. അത് ദൈവം തന്നെയാണ്. യോഹന്നാൻ 1:1 നാം കാണുന്നത് അതാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനമാകുന്ന ദൈവത്തെ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് സാത്താൻ്റെ കെണിയിൽ വീഴാതെ നാം ജാഗരൂകരായി അനുദിനം ജീവിക്കുകയാണ് വേണ്ടത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.